ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 26, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ല, ഇന്ത്യയുടെ ആസ്ട്രോനോട്ട്, ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികൻ ISSലേക്ക് പറന്നിട്ടുള്ള കാര്യം. വളരെ വിജയകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള പോയിന്റ്സ് അതാണ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ എക്സ്റ്റെൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ സുഭാൻ ശുക്ല സ്പേസ് ഒഡീസി. സുഭാൻ ശുക്ലയുടെ ബഹിരാകാശ യാത്രയ്ക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. ഇന്നലത്തെ മിക്കവാറും ഓൺലൈൻ ന്യൂസ് ചാനലിലും അതുപോലെ തന്നെ ഇന്നത്തെ പത്രങ്ങളിലും വന്നിട്ടുള്ള മെയിൻ പേജിലെ ഒരു വാർത്തയാണ്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ല ബഹിരാകാശത്തേക്ക് പറന്നിട്ടുള്ള ആ ഒരു ന്യൂസ്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ സുഭാൻ ശുക്ലയുടെ ആക്സിയം 4 ദൗത്യം US-ലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ISSലേക്ക് വിക്ഷേപിച്ചത് ഏത് ദിവസമാണ്? 25 ജൂൺ 2025. ഇന്നലെ ജൂൺ 25-ാം തീയതിയായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സുഭാൻ ശുക്ല ISSലേക്ക് പറന്നിട്ടുള്ള ആ ഒരു യാത്ര. അത് ഇന്നലെയായിരുന്നു. ആക്സിയം 4 മിഷന്റെ അണ്ടറിലാണ് ഈ ഒരു യാത്ര. ഈ ലോഞ്ച് നടന്നിട്ടുള്ളത് US-ലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ്. സുഭാൻ ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്ര ദിവസം പറക്കാൻ പോകുന്നു? 14 ദിവസത്തെ ദൗത്യം. 14-ഡേ മിഷൻ ആണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ലയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ. ഇന്നലെയായിരുന്നു ജൂൺ 25-ാം തീയതിയായിരുന്നു ഇന്നലെ ഈ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്. 14 ഡേയ്സിന്റെ ഒരു മിഷൻ ആണ് ആക്സിയം 4 മിഷൻ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബഹിരാകാശ യാത്രികൻ എത്ര വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പറന്നു? 41 വർഷം. എയർഫോഴ്സിന്റെ പൈലറ്റ് ആയിട്ടുള്ള ആസ്ട്രോനോട്ട് രാകേഷ് ശർമ്മക്ക് ശേഷം 41 വർഷത്തിന് ശേഷമാണ് ഒരു ആസ്ട്രോനോട്ട് ഇന്ത്യയിൽ നിന്ന് പറക്കുന്നത്. അത് സുഭാൻ ശുക്ലയാണ്. അതും ISSലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ആസ്ട്രോനോട്ട് ആണ് സുഭാൻ ശുക്ല. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ആദ്യത്തെ ഒരു ബഹിരാകാശ യാത്രികൻ ഇന്ത്യയിൽ നിന്ന് അത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ലയാണ്. ബഹിരാകാശ യാത്രികൻ സുഭാൻ ശുക്ല തന്റെ ബഹിരാകാശ ദൗത്യത്തിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പരീക്ഷണങ്ങൾ നടത്തും? ഭക്ഷണവും പോഷകാഹാരവും, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണങ്ങളായിരിക്കുമല്ലോ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആസ്ട്രോനോട്ട് സുഭാൻ ശുക്ല. ഏതാണ്ട് 31 രാജ്യങ്ങളുടെ സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു യാത്ര, അതായത് ISSലേക്കുള്ള ആക്സിയം 4 മിഷന്റെ ഈ ഒരു മിഷൻ. ബഹിരാകാശത്ത് സുഭാൻ ശുക്ലക്കായി ISRO എത്ര പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്? 7. നിരവധി പരീക്ഷണങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ലയ്ക്ക് നൽകുന്ന എക്സ്പെരിമെന്റ്സ് ആണ് 7 എക്സ്പെരിമെന്റ്സ് ആണ് ISROക്ക് വേണ്ടി സുഭാൻ ശുക്ല ഇസ് ഗോയിങ് ടു കണ്ടക്ട്. ബഹിരാകാശത്ത് എത്തിയതിനു ശേഷം ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ല ഇന്ത്യക്ക് അയച്ച ആദ്യ സന്ദേശം എന്തായിരുന്നു? ജയ് ഹിന്ദ് ജയ് ഭാരത്. ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന സന്ദേശവുമായിരുന്നു ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ല സ്പേസിൽ എത്തിയതിനു ശേഷം ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ദ ഫസ്റ്റ് മെസ്സേജ്. 2025 ജൂൺ 25-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട ആക്സിയം 4 ദൗത്യത്തിൽ എത്ര ബഹിരാകാശ യാത്രികരുണ്ട്? 65 വയസ്സുള്ള പെഗ്ഗി വിറ്റ്സണും 3 ആക്സിയം 4ന്റെ ക്രൂസ്. ആകെ 4 പേരാണ്. അതിൽ നാസയുടെ പെഗ്ഗി വിറ്റ്സണും മറ്റ് 3 ക്രൂസ് ആണ് ആക്സിയം 4 മിഷനിൽ ഉള്ളത്. ഇത് ജൂൺ 25-ാം തീയതിയാണ് ISSലേക്കുള്ള ആ യാത്ര ആരംഭിച്ചത്. 2025 ജൂൺ 25-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട ആക്സിയം 4 ദൗത്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർ ഉള്ളത്? US, ഇന്ത്യ, പോളണ്ട്, ഹംഗറി. 4 രാജ്യങ്ങളിലെ 4 ആസ്ട്രോനോട്ട്സ് ആണ് ഈ ഒരു യാത്രയിലുള്ളത്. US-ലെ പെഗ്ഗി വിറ്റ്സൺ, ഇന്ത്യയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻ ശുക്ല. ഈ ഒരു മിഷന്റെ പൈലറ്റ് ആണ് സുഭാൻ ശുക്ല. കൂടാതെ ഹംഗറിയുടെ ടിബോർ കാപ്പോ, ഇദ്ദേഹം മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. പോളണ്ടിന്റെ സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നേവ്സ്കി, ഇദ്ദേഹം മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാസയുടെ പെഗ്ഗി വിറ്റ്സൺ ആണ് ഈ ഒരു മിഷന്റെ കമാൻഡർ. 2 മിഷൻ സ്പെഷ്യലിസ്റ്റും 1 കമാൻഡറും 1 പൈലറ്റ് ആണ്. ഈ 4 പേരാണ് ഈ ഒരു മിഷനിലേക്കുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസ് ബാക്ക് ദി അവാർഡ്.
കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിന് അവാർഡ് ലഭിച്ചു. ഇതും ഒരു വാർത്തയാണ്. പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് എന്ന ദേശീയ അംഗീകാരം കേരളത്തിലെ ഏത് പാസ്പോർട്ട് ഓഫീസിന് ലഭിച്ചു? റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട്. കോഴിക്കോടുള്ള റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ് ഇന്ത്യയിലെ ദ ബെസ്റ്റ് പാസ്പോർട്ട് ഓഫീസിനുള്ള നാഷണൽ റെക്കഗ്നേഷൻ ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് എന്ന ദേശീയ അംഗീകാരം നൽകുന്ന മന്ത്രാലയം ഏതാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നൽകുന്ന ഒരു നാഷണൽ റെക്കഗ്നേഷൻ ആണ്, ദേശീയ അംഗീകാരമാണ് ദ ബെസ്റ്റ് പാസ്പോർട്ട് ഓഫീസിനുള്ള അംഗീകാരം. ഇത് ലഭിച്ചിട്ടുള്ളത് കോഴിക്കോടുള്ള റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആണ്. ഒരു വർഷം 6 ലക്ഷം പാസ്പോർട്ടുകളും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളും നൽകുന്നതും ദേശീയ അംഗീകാരം നേടിയ പാസ്പോർട്ട് ഓഫീസ് ഏതാണ്? റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട്. അതായത് ഏതാണ്ട് ഒരു ദിവസം 3500ഓളം ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഒരു വർഷം 6 ലക്ഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുകയും കൂടാതെ പോലീസ് ക്ലിയറൻസ് നടത്തിയിട്ടുള്ള ഒരു റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആണ് കോഴിക്കോടുള്ള പാസ്പോർട്ട് ഓഫീസ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയോ പേരാണ് ഓരോ ദിവസവും ആപ്ലിക്കേഷൻ അയക്കുന്നതും പാസ്പോർട്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കുന്നതും. വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ടൂറിസവുമായി ബന്ധപ്പെട്ടായിരിക്കാം, ജോബായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ റിസർച്ച് പഠനവുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഇങ്ങനെ പോയി ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് പോകുന്നത്. അവരുടെ പാസ്പോർട്ട് കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ മാത്രം ഒരു വർഷം 6 ലക്ഷം പാസ്പോർട്ട് ആണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ എത്ര പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു? 5 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും 2 POP അതായത് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം 2025 ഇൻ രാജസ്ഥാൻ ഇൻ നവംബറിൽ രാജസ്ഥാനിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025. ഖേലോ ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാം. ഖേലോ ഇന്ത്യ യൂത്ത്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. ഇതിൽ 2025 യൂണിവേഴ്സിറ്റി ഗെയിംസ് പ്രഖ്യാപിച്ചു. ഇത് നടക്കാൻ പോകുന്ന രാജസ്ഥാനിലാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 എവിടെയാണ് നടക്കുക? രാജസ്ഥാനിലാണ് വരാൻ പോകുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്. ഇത് നവംബറിൽ ആയിരിക്കും നടക്കാൻ പോകുന്നത്. 2025 ജൂൺ 25 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 പ്രഖ്യാപിച്ച കായിക മന്ത്രിയുടെ പേര്? കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ യൂണിയൻ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് മിനിസ്റ്റർ ആണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇദ്ദേഹമാണ് ജൂൺ 25 അതായത് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനെ കുറിച്ച്. ഈ പ്രാവശ്യത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കാൻ പോകുന്നത് രാജസ്ഥാനിലാണ്. ആദ്യത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത് ഏത് വർഷമാണ്? 2020 ഭുവനേശ്വർ, ഒഡീഷ. ആദ്യത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നിട്ടുള്ളത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 2020. ആദ്യമായി നടന്നിട്ടുള്ളത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആയിരുന്നു. പിന്നീട് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വന്നു. മൂന്നാമത് പിന്നെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. 2020 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് വന്നിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നീരജ് ചോപ്ര വിൻസ് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് ജാവലിൻ ടൈറ്റിൽ വിത്ത് 85.29 മീറ്റർ ത്രോ. 85.29 മീറ്റർ എറിഞ്ഞ് നീരജ് ചോപ്ര ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് ജാവലിൻ ത്രോ കിരീടം നേടി. നീരജ് ചോപ്രയുടെ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള 2 കിരീടങ്ങൾ ആണ്. ഒന്ന് പാരീസിൽ നടന്നിട്ടുള്ള ബ്ലൂ ഡയമണ്ട് ലീഗ്, മറ്റൊന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 25 85.29 മീറ്റർ ദൂരം എറിഞ്ഞ് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് 2025 ജാവലിൻ കിരീടം നേടിയത് ആരാണ്? നീരജ് ചോപ്ര. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ജൂൺ 25 85.29 മീറ്റർ ദൂരം എറിഞ്ഞുകൊണ്ട് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വീണ്ടും തിളങ്ങി. ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒളിമ്പ്യൻ താരമായിട്ടുള്ള നീരജ് ചോപ്രയാണ് വീണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്കിൽ കിരീടം കരസ്ഥമാക്കുന്നത്. 2025 ജൂണിൽ 6 ദിവസത്തെ ഇടവേളയിൽ നീരജ് ചോപ്ര നേടിയ 2 കിരീടങ്ങൾ ഏതാണ്? പാരീസ് ഡയമണ്ട് ലീഗ് കിരീടവും
ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് കിരീടവും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ജൂൺ മാസത്തിൽ തന്നെ 2 ഈവൻറ്റിൽ തന്നെ, അതും 6 ദിവസത്തെ ആ ഗ്യാപ്പിൽ നേടിയിട്ടുള്ള 2 കിരീടങ്ങൾ ആണ്. ഒന്ന് പാരീസ് ഡയമണ്ട് ലീഗ് കിരീടവും മറ്റൊന്ന് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് കിരീടവും. പാരീസ് ഡയമണ്ട് ലീഗ് കിരീടം അദ്ദേഹം 2023 നേടിയതിനു ശേഷം പിന്നീട് നേടാൻ സാധിച്ചിട്ടുണ്ടായില്ല. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് പാരീസിൽ നടന്നിട്ടുള്ള ഡയമണ്ട് ലീഗ് കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്നലെ ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് കിരീടം അദ്ദേഹം കരസ്ഥമാക്കി. ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് ടൈറ്റിൽ. ഏത് രാജ്യത്താണ് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് 2025 നടന്നത്? ചെക്ക് റിപ്പബ്ലിക്. ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഓസ്ട്രാവ ഗോൾഡൻ സ്പൈക്ക് എന്ന ആ ഒരു മത്സരം നടന്നിട്ടുള്ളത്. ഇതിലാണ് നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് ലഭിച്ചിട്ടുള്ളത്. ചെക്ക് റിപ്പബ്ലിക് എന്നത് ഒരു സെൻട്രൽ യൂറോപ്പ് രാജ്യമാണ്. ഇതിൻ്റെ അയൽ രാജ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രേലിയ, സ്ലോവാക്യ എന്നിവയെല്ലാം. ഒപ്പം തന്നെ പോളണ്ട് നോർത്ത് ഭാഗത്തും. ക്യാപിറ്റലും അതുപോലെ തന്നെ ഏറ്റവും വലിയ സിറ്റിയാണ് പ്രേഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, കോൺവെക്സ് 3 IAEA ആൻഡ് റൊമാനിയ ലീഡ് ലാർജസ്റ്റ് ഗ്ലോബൽ ന്യൂക്ലിയർ എമർജൻസി ഡ്രിൽ. കോൺവെക്സ് 3 2025 ലോകത്തിലെ ഏറ്റവും വലിയ ആണവ അടിയന്തര പരിശീലനത്തിന് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയും റൊമാനിയയും ഒത്തുചേർന്നു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ഏത് രാജ്യവും ഇന്റർനാഷണൽ ന്യൂക്ലിയർ എമർജൻസി എക്സസൈസ് കോൺവെക്സ് 3 ആരംഭിച്ചു? റൊമാനിയ. റൊമാനിയയും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ആറ്റോമിക് എനർജിയായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ന്യൂക്ലിയർ എമർജൻസി എക്സസൈസ് ആണ് കോൺവെക്സ് 3 എന്ന് പറയുന്ന എക്സസൈസ്. ഇത് നടത്തിയിട്ടുള്ളത് റൊമാനിയ എന്ന സ്ഥലത്താണ്. 2 ദിവസത്തെ വ്യായാമത്തിൽ എത്ര രാജ്യങ്ങൾ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എമർജൻസി എക്സസൈസ് കോൺവെക്സ് 3 പങ്കെടുത്തു? 75ലധികം രാജ്യങ്ങളും 10 അന്താരാഷ്ട്ര സംഘടനകളും. ഒരു 2 ഡേയ്സിന്റെ എക്സസൈസ് ആയിരുന്നു. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയും ഏജൻസിയും റൊമാനിയയും ഒരുമിച്ച് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള കോൺവെക്സ് 3 2025 എന്നൊരു എക്സസൈസ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി, അർജന്റീന. അർജന്റീനയുടെ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസിയാണ് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ. എക്സസൈസ് കോൺവെക്സ് 3 ഒരു സിമുലേറ്റിംഗ് അഭ്യാസം നടത്തിയ സെർണാവോഡ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? റൊമാനിയ. റൊമാനിയ രാജ്യത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏതാണ്ട് 20% ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് സെർണാവോഡോ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇവിടെയാണ് ഒരു സിമുലേറ്റിംഗ് എക്സസൈസ് നടത്തിയിട്ടുള്ളത്. അതായത് ആ ഒരു ആണവ നിലയം തകർന്നു പോയി എന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ള ഒന്നായിരുന്നു സെർണാവോഡോ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇത് റൊമാനിയ എന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. റൊമാനിയ എന്ന രാജ്യം ഇത് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു രാജ്യമാണ്. ഇവിടുത്തെ ക്യാപിറ്റൽ ആണ് ബുച്ചാറസ്റ്റ്. ഒഫീഷ്യൽ ലാംഗ്വേജ് റൊമാനിയൻ. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 22 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.